പേടിച്ചത് സംഭവിക്കാൻ പോകുന്നു. എന്നും പരസ്പരം തല്ലുകൂടുമെന്ന് നിങ്ങൾ കരുതിയ രണ്ട് രാഷ്ട്രങ്ങൾ റഷ്യയുടെ കൈപിടിച്ചുകൊണ്ട് ഒന്നാകുന്നു. ഏഷ്യയിലേക്ക് കടന്നുകയറി ആധിപത്യം ഉണ്ടാക്കാൻ ശ്രമിച്ച അമേരിക്ക ഇനി ഇരുന്ന് മൂങ്ങിക്കോളൂ. കാരണം വർഷങ്ങൾ നീണ്ടുനിന്ന വൈരാഗ്യം അവസാനിപ്പിച്ച് റഷ്യയുടെ നേതൃത്വത്തിൽ ഇന്ത്യയും ചൈനയും കൈകോർക്കുകയാണ്. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലെ മഞ്ഞുരുകി അവർ പ്രബല ശക്തികളാകുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന് മുട്ടുവിറയ്ക്കാതിരിക്കുമോ? റഷ്യയുടെ നേതൃത്വത്തിൽ ചൈനയും ഇന്ത്യയും ഒരുമിക്കുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്ന് ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യണേ. നമുക്ക് വിശദമായിട്ട് കാര്യങ്ങൾ വിലയിരുത്താം. ആഗോള രാഷ്ട്രീയ വേദിയിൽ ഇന്ത്യ, റഷ്യ, ചൈന എന്നീ അതിശക്തരായ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തന്ത്രപരമായ ബന്ധങ്ങൾക്ക് പുതിയൊരു ലോകക്രമത്തിന്റെ സാധ്യതകളെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഈ മാസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യൻ സന്ദർശനം സ്ഥിരീകരിച്ചതോടെ ആഗോള രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധ ഇന്ത്യയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഈ സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനം പുതിയ പ്രതീക്ഷകൾ ഉയർത്തുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. റഷ്യ, ഇന്ത്യ, ചൈന ത്രികക്ഷി കൂട്ടായ്മയുടെ പുനരുജ്ജീവനത്തിനുള്ള സാധ്യതകളെ വെളിവാക്കുന്നതാണിത്. റഷ്യ-ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ എണ്ണ ഇറക്കുമതി സംബന്ധിച്ച് അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്ക് നേരിടേണ്ടി വരുന്ന കടുത്ത സമ്മർദ്ദങ്ങൾക്കിടയിൽ ഈ നയതന്ത്ര നീക്കങ്ങൾ ആഗോള ഭൗമരാഷ്ട്രീയ ഗതിയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളവയാണ്. 1990കളിൽ റഷ്യൻ പ്രധാനമന്ത്രി യെവ്ജനി പ്രിമാക്കോവ് മുന്നോട്ട് വെച്ച RIC എന്ന ആശയം പാശ്ചാത്യ മേധാവിത്വത്തിനെതിരെ ഒരു ബഹുധ്രുവ ലോകക്രമത്തിനുള്ള തന്ത്രപരമായ ഗ്രൂപ്പിംഗിനായിട്ടാണ് രൂപപ്പെട്ടത്. ഈ മൂന്ന് രാജ്യങ്ങളും ആണവശക്തികളും ബ്രിക്സ്, ACO, G20 തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകളിലെ പ്രധാന അംഗങ്ങളുമാണ്. ആഗോള GDP 33% സംഭാവന ചെയ്യുന്ന ഈ രാജ്യങ്ങൾ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുകയും ബഹുധ്രുവ ലോകത്തിന്റെ ആവശ്യകത ഊന്നി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ, പ്രത്യേകിച്ച് 2020 ഗാൽവാൻ താഴ്വരയിലെ സംഘർഷം RIC കൂട്ടായ്മയെ ഒരു പരിധിവരെ നിഷ്ക്രിയമാക്കിയിട്ടുണ്ട്. എന്നാൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ ലോകത്തിന്റെ ഏകപക്ഷീയമായ നയങ്ങൾക്കെതിരെ ഈ മൂന്ന് രാജ്യങ്ങളും വീണ്ടും ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഇന്ത്യക്കും റഷ്യയ്ക്കും ചൈനയ്ക്കുമെതിരായി ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളും 50% വരെ എത്തുന്ന തീരുവ ഭീഷണികളും ഈ രാജ്യങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നതിന് കാരണവുമായിട്ടുണ്ട്. റഷ്യ-ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം റഷ്യൻ എണ്ണയുടെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് മേൽ അമേരിക്ക ചെലുത്തുന്ന സമ്മർദ്ദം ഇന്ത്യയുടെ വിദേശ നയതന്ത്രങ്ങളെ പുനർനിർണ്ണയിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയുമായുള്ള മുൻ വൈരാഗ്യങ്ങൾ മറന്ന് ഒരു തന്ത്രപരമായ സഖ്യത്തിന് തയ്യാറാകുന്നതിന്റെ സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. RIC കൂട്ടായ്മയുടെ പുനരുജ്ജീവനം അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തിന് ഒരു ശക്തമായ വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്. ഈ മൂന്ന് രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ഏകപക്ഷീയ നയങ്ങളെ ചെറുക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, ആഗോള സാമ്പത്തികവും രാഷ്ട്രീയവുമായ ശക്തിഘടനയിൽ തന്നെ ഒരു പുതിയ ബാലൻസ് സൃഷ്ടിക്കാനും സാധിക്കും. റഷ്യയുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി ആൻഡ്രി റുഡെക്കോ RIC ഫോർമാറ്റ് പ്രാവർത്തികമാക്കുന്നതിന് ഇന്ത്യയുമായും ചൈനയുമായും സജീവമായ ചർച്ചകൾ നടത്തിവരികയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ചൈനയും ഇതേ നിലപാടാണ് സ്വീകരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈയിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ RIC ഒരു കൂടിയാലോചന വേദിയാണെന്നും പൊതുവായ താൽപ്പര്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഈ മൂന്ന് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നും സൂചിപ്പിച്ചിരുന്നു. അമേരിക്കയുടെ നിലവിലെ നയങ്ങൾ, പ്രത്യേകിച്ച് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന സമീപനം, ആഗോള വ്യാപാരത്തിലും രാഷ്ട്രീയത്തിലും ഒരു ഏകപക്ഷീയ മേധാവിത്വം സ്ഥാപിക്കാനുള്ള ശ്രമമാണ്. റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ, ചൈനയുമായുള്ള വ്യാപാര യുദ്ധം, ഇന്ത്യക്ക് മേൽ ചുമത്തപ്പെട്ട തീരുവ ഭീഷണികൾ എന്നിവ ഈ മൂന്ന് രാജ്യങ്ങളെ ഒരു പൊതുവേദിയിൽ അണിനിർത്താൻ പ്രേരിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ഒരു തന്ത്രപരമായ സഹകരണത്തിന് തയ്യാറാകുകയും ചെയ്താൽ ആഗോള ശക്തിഘടനയിൽ അമേരിക്കയുടെ സ്വാധീനം ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കും. പുടിന്റെ ഇന്ത്യ സന്ദർശനം ഈ സാധ്യതകളെ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഒരു നിർണായക ചുവടുവെപ്പാണ്. ഈ സന്ദർശന വേളയിൽ RICയുടെ പുനരുജ്ജീവനത്തെക്കുറിച്ച് ഇന്ത്യയും റഷ്യയും ചർച്ച ചെയ്യാൻ സാധ്യതയുമുണ്ട്. റഷ്യയുമായുള്ള ഇന്ത്യയുടെ ദീർഘകാല ബന്ധം അമേരിക്കയുടെ ഭീഷണികൾക്കിടയിലും ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ഒരു കാതലായ ഘടകമാണ്. ഈ ബന്ധം ചൈനയുമായുള്ള തന്ത്രപരമായ സഹകരണത്തിന് വഴിയൊരുക്കുകയാണെങ്കിൽ ആഗോള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം കൂടി തുറക്കപ്പെടും. RICയുടെ വിജയം അമേരിക്കയുടെ ആഗോള സ്വാധീനത്തെ എങ്ങനെ ബാധിക്കും എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായി ഈ മൂന്ന് രാജ്യങ്ങളുടെ സാമ്പത്തികവും സൈനികവുമായ ശക്തി അമേരിക്കയുടെ ഏകപക്ഷീയ നയങ്ങളെ ചെറുക്കാൻ പ്രാപ്തമാണ്. ബ്രിക്സ്, ACO തുടങ്ങിയ സംഘടനകളിലെ ഈ രാജ്യങ്ങളുടെ സജീവ പങ്കാളിത്തം ആഗോള സാമ്പത്തിക ഘടനയിൽ പാശ്ചാത്യേതര ശക്തികളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ്. രണ്ടാമതായി, റഷ്യയുടെ ഊർജ്ജ വിഭവങ്ങളും ചൈനയുടെ സാമ്പത്തിക ശക്തിയും ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ആഗോള സ്വാധീനവും ചേർന്ന് ഒരു ബഹുധ്രുവ ലോകക്രമത്തിന്റെ അടിത്തറ ശക്തമാക്കുന്നുണ്ട്. മൂന്നാമതായി, ഈ കൂട്ടായ്മ ഐക്യരാഷ്ട്രസഭ, G20 തുടങ്ങിയ അന്താരാഷ്ട്ര വേദികളിൽ പാശ്ചാത്യേതര രാജ്യങ്ങളുടെ
രാജ്യങ്ങളുടെ ശബ്ദമുയർത്താൻ സഹായിക്കുക തന്നെ ചെയ്യും. എന്നാൽ RICയുടെ പുനരുജ്ജീവനം അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ ഈ കൂട്ടായ്മയുടെ പൂർണ്ണ വിജയത്തിന് ഒരു വെല്ലുവിളി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. എന്നിരുന്നാലും മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഈ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. ചൈനയുമായുള്ള സമാധാന ചർച്ചകൾ ഈ ദിശയിലുള്ള ഒരു പോസിറ്റീവ് ചുവടുവയ്പ്പാണ്. അമേരിക്കയുടെ ഭീഷണികൾ ഈ മൂന്ന് രാജ്യങ്ങളെ കൂടുതൽ ഒന്നിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമായി മാറിയിരിക്കുകയാണിപ്പോൾ. പുടിന്റെ ഇന്ത്യ സന്ദർശനവും മോദിയുടെ പ്രതീക്ഷിത ചൈന സന്ദർശനവും RIC കൂട്ടായ്മയുടെ പുനരുജ്ജീവനത്തിന് വഴിയൊരുക്കുക തന്നെ ചെയ്യും. ഈ തന്ത്രപരമായ നീക്കങ്ങൾ അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തിനെതിരെ ഒരു ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നതാണ്. റഷ്യ, ഇന്ത്യ, ചൈന എന്നീ മൂന്ന് രാജ്യങ്ങളുടെ ഐക്യം ആഗോള രാഷ്ട്രീയത്തിൽ ഒരു ബഹുധ്രുവ ലോകക്രമത്തിന്റെ സാധ്യതകളെ യാഥാർത്ഥ്യമാക്കും. ഈ കൂട്ടായ്മ വരും കാലത്ത് അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ ഗതി നിർണ്ണയിക്കുന്ന ഒരു നിർണായക ശക്തിയായി മാറുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ അമേരിക്ക വർഷങ്ങളായി ഏഷ്യയിലെ അപ്രമാദിത്വത്തിന് വേണ്ടി ഇന്ത്യയെ കൂട്ടുപിടിക്കുകയായിരുന്നു. നിലവിൽ അതിർത്തി തർക്കമുള്ള ചൈനയുമായി ഏറ്റുമുട്ടാൻ ഇന്ത്യ തന്നെയായിരുന്നു അതിന് നല്ല മണ്ണ് എന്ന് മനസ്സിലാക്കി ഇന്ത്യയുമായി സൗഹൃദം നടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അമേരിക്ക. അമേരിക്കൻ ആധിപത്യത്തിന് തുരങ്കം വെച്ചുകൊണ്ട് വളരുന്ന ചൈന അമേരിക്കയ്ക്ക് എന്നും ഒരു പേടി സ്വപ്നമാണ്. ഏഷ്യയിൽ ചൈനയ്ക്കൊത്ത എതിരാളിയായി അമേരിക്ക തിരഞ്ഞെടുത്തതാകട്ടെ സാക്ഷാൽ ഇന്ത്യയെയും. പിന്നെയും ഇരു രാജ്യങ്ങൾക്കിടയിൽ പിരിമുറുക്കം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. അമേരിക്ക ഏഷ്യയിലെ ആധിപത്യം നിലനിർത്താൻ ഇന്ത്യ ചൈന ശത്രുതയെ തന്ത്രപരമായി സ്വാധീനിക്കുന്ന ഒരു രാഷ്ട്രം തന്നെയാണ്. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ നേരിടാൻ ഇന്ത്യ ഒരു പ്രതിരോധ ശക്തിയായിട്ട് ഉപയോഗിക്കുകയാണ് അമേരിക്ക ചെയ്തു വരുന്നത്. 2023 ഇന്ത്യ അമേരിക്ക വ്യാപാരം $191 ബില്യൺ എത്തിയപ്പോൾ ഇന്ത്യ ചൈന വ്യാപാരം $125 ബില്യൺ ആയിരുന്നു. എന്നാൽ $71 ബില്യൺ വ്യാപാര കമ്മി ഇന്ത്യക്കുണ്ട്. ചൈനയിൽ നിന്ന് സാമ്പത്തികമായി വേർപെടുത്താൻ അമേരിക്ക ഇന്ത്യയെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് ഇന്ത്യ ചൈന ബന്ധത്തെ സംഘർഷത്തിലാക്കുന്ന ഒരു ഘടകമായിരുന്നു. അമേരിക്ക, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവ ഉൾപ്പെടുന്ന ക്വാഡ് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിനെ എതിർക്കുന്നതാണ്. എന്നാൽ ബ്രിക്സ്, SCO ഫോറങ്ങളിൽ ഇന്ത്യയുടെ പങ്കാളിത്തം ഈ തന്ത്രത്തെയും സങ്കീർണമാക്കി. 2020 ഗാൽവൻ സംഘർഷത്തിന് ശേഷം അമേരിക്ക ഇന്ത്യക്ക് സൈനിക നയതന്ത്ര പിന്തുണ വാഗ്ദാനം ചെയ്തുവെങ്കിലും ഇന്ത്യ തന്ത്രപരമായ സ്വയംഭരണം നിലനിർത്തുക തന്നെ ചെയ്തു. 2025 ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയങ്ങൾ റഷ്യൻ എണ്ണ ഇറക്കുമതി മൂലം ഉപരോധ ഭീഷണികൾ ഉയർത്തുന്നു. ഇത് ഇന്ത്യയെ ചൈനയോട് അടുപ്പിക്കാൻ ഇടയാക്കിയേക്കാം. കോംകാസ, ബെക്കാത്ത് പോലുള്ള പ്രതിരോധ കരാറുകൾ ഇന്ത്യയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതാണ്. പക്ഷേ അമേരിക്ക ചൈന പ്രോക്സി സംഘർഷത്തിൽ ഇന്ത്യയെ കുടുക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അമേരിക്ക ഇന്ത്യയുടെ അതിർത്തി തർക്കങ്ങളെ ശത്രുത വളർത്താൻ ഉപയോഗിക്കുന്നുവെന്ന് വിമർശകർ ആരോപിക്കുന്നതും ഈ പശ്ചാത്തലത്തിലാണ്. ഇത് ഇന്ത്യയുടെ സ്വയംഭരണത്തെ പരിമിതപ്പെടുത്തുന്നു. ഇന്ത്യ അമേരിക്കയുമായുള്ള സഖ്യം ശക്തിപ്പെടുത്തുമ്പോൾ ചൈനയുമായുള്ള സാമ്പത്തിക ബന്ധങ്ങൾ നിലനിർത്തുക തന്നെ വേണം. ബ്രിക്സ്, SCO പങ്കാളിത്തവും ക്വാഡ് സഹകരണവും സന്തുലമാക്കി ഇന്ത്യ തന്റെ താൽപ്പര്യങ്ങൾക്ക് മുൻഗണന നൽകണം. പ്രാദേശിക സ്ഥിരതയും സാമ്പത്തിക വളർച്ചയും ഉറപ്പാക്കുക തന്നെ വേണം. അതിന് ചൈനയോടൊപ്പം നിൽക്കണമെങ്കിൽ ചൈനയോടൊപ്പം നിൽക്കുകയും അമേരിക്കയെ എതിർക്കുകയും തന്നെ വേണം. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. എന്തുതന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.